1 2 3 4 അല്ല ഇത് എടാ ഈ റേഡിയോക്കകത്ത് കാണിക്കൂടെ എത്ര പേരുണ്ട് കണക്റ്റഡ് എന്ന് ലിസ്റ്റ് കാണിക്കിട്ടുണ്ട് നമ്പർ കാണിക്കും 1 2 3 4 5 6 പേരുണ്ടല്ലേ മൊത്തം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഫുൾ സ്ക്രീൻ എടാ നീ പെട്ടെന്ന് എറണാകുളത്ത് വരുന്ന ഏതെങ്കിലും ജംഗ്ഷനിലോ എവിടെയും വന്ന് നിന്ന് ഞാൻ നിന്റെ ഫോണിനകത്ത് വന്നിട്ട് ബട്ടൺ കോപ്പി തരാം ഇതിൽ കൂടുതൽ ഫുൾ സ്ക്രീൻ ഇടുന്നത് ഞാനല്ല ഇവിടെ തീരുമാനിക്കുന്നത് നീ തീരുമാനിക്കണം ഫുൾ സ്ക്രീൻ വേണോ വേണ്ട ഞാനിവനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു മുച്ചിരി ഒരു 14 ദിവസത്തെ ബാൻ ഈ അടുത്ത് മേടിച്ച ഇവൻ ലൈനപ്പിൽ നിന്ന് പുറത്താ നീ സിറ്റുവേഷൻ പിടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നീ പിടിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ നീ തന്നെ ഒന്ന് കണ്ടു നോക്കണം കുറച്ച് കഴിയുമ്പോ അപ്പൊ നീ തന്നെ എന്നോട് വന്നിട്ട് പറയാ അണ്ണ എന്നെ ലൈനപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഞാൻ ഡിസേർവ്ഡ് അല്ല എന്ന് നീ പറയും മനസ്സിലായ നമ്പർ സേവ് പറഞ്ഞോ ഗേറ്റിന്റെ വെളിയിലോട്ട് വരും പുറത്തോട്ട് വരും ഒരു കൊച്ചിവിടെ സമരത്തിലാന്ന് പറഞ്ഞിട്ട് ആര് അത് നോക്കി ഇവിടെ കൊടിയൊക്കെ പിടിച്ചിട്ട് ഒരു പെണ്ണൊക്കെ ഹലോ കട്ട് ചെയ്താ ഇല്ലല്ല അപ്പുകൂട്ട നമുക്ക് അങ്ങോട്ട് പോവാം എല്ലാവർക്കും വെൽക്കം സ്ട്രീം. നിങ്ങൾക്ക് എല്ലാവരും ഇന്നലെ ഞാൻ വരാഞ്ഞോണ്ട് നിങ്ങൾക്ക് വിഷമമായെന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ, സാഹചര്യങ്ങൾ കൊണ്ടല്ലേ. എനിക്കറിയാം നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന്. ഇല്ല അതാരും എക്സ്പ്രസ് ചെയ്യണ്ട പ്ലീസ്, അത് എക്സ്പ്രസ് ചെയ്യണ്ട പ്ലീസ്, അത് വേണ്ട. നിങ്ങളുടെ സെന്റിമെന്റ്സ് ഒന്നും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല, അതിനൊന്നും എനിക്ക് താല്പര്യവും ഇല്ല, മനസ്സിലായോ? എടാ ഈ വണ്ടി എത്ര റിപ്പയർ ചെയ്താലും ഇതിന്റെ ഡോറ് പോയാൽ സേവ് ആക്കുന്നുള്ളൂ. ഈ വട്ടം ഞാനൊന്ന് ഡോറോടുകൂടി ഒന്ന് സേവ് ചെയ്തിട്ട് എടുത്തോട്ടെടാ. ഓഹോ ശരി, പിക്ചറിയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. മിസ് ചെയ്തു. താങ്ക് യു. പക്ഷെ ഇതിന്റെ സങ്കടം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കൂല. അമ്മ ഫെയറാ. പന്തലെ എന്താ പണ്ട് പണ്ടലേ പണ്ട് മുതലേ എന്നാണോ ഉദ്ദേശിക്കണേ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ശരിക്കും മടിയനായിട്ടാണോ നീ ഈ വാക്കുകൾ അക്ഷരങ്ങൾ വിഴുങ്ങണേ? പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഒരു മൂവ് എക്സ്ട്രാ പറയാൻ, മൂവും തായും എക്സ്ട്രാ പറയാൻ നിനക്ക് എന്താണ് ബുദ്ധിമുട്ട്? പണ്ടലെയാ? പണ്ടലേന്നാണോ പറയണേ? പണ്ടലേ അങ്ങനെ തന്നെ. അങ്ങനെയാണോ ശരിക്കും പറയണേ പണ്ടലേന്ന്? ഇതൊക്കെ നീ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ തത്സമയത്തിലൊക്കെ എല്ലാരും പറയണ അങ്ങനൊന്നും അല്ലെന്നാ പറയണേ. എന്റെ ഭാര്യ പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക് പേരില്ല. അങ്ങനെ ഒന്നും എടുക്കാൻ വേണ്ടിയായിട്ട് ഒരു മിനിറ്റ്, നിക്കോൺ വിളിക്കുന്നേ. അവൻ ഇനി ആരോ മറ്റേ ലോറിയോ ടോറസോ ഒന്ന് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഹലോ, ആ പറയടാ. ഓക്കെ നന്ദിയുണ്ട്. ഞാൻ ഓർത്ത് നീ പുതിയ ടോറസോ എന്ത് ബസ്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിട്ട് വന്നതായിരിക്കും. ഓക്കെ ശരി. നീലം കേറിയില്ലേ? ഗൈസ് ഫുൾ സ്ക്രീൻ ഇഷ്യൂ ഉള്ളവര് ഇത് എന്തുവായിരുന്നു പറഞ്ഞത്? ഡിസ്കോഡിലെ ഡിസ്ക്രിപ്ഷനിലോ എന്തോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കിക്കിൽ ഫുൾ സ്ക്രീൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് യുവർ ഫോൺ ഇൻ ഓട്ടോ റൊട്ടേറ്റ് ആൻഡ് റൊട്ടേറ്റ് ദ സ്ക്രീൻ. അങ്ങനെ അതും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡിസ്കോഡിൽ എന്തോ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞേട്ടാ. നോക്ക്
എടാ മൈക്ക് പോയി നീല കേറുന്നില്ല. ഹലോ അപ്കാന്ന് തോന്നുന്നു. അപ്പൊ ഇവൻ അവിടെ അടുത്ത് വന്നോളൂല്ലോ. എടാ 8 മിനിറ്റ് ഉള്ളു. എല്ലാരും വണ്ടി എടുത്ത് റെഡിയാവും. എന്റെ സൗണ്ട് കുറവാണോ? ഹലോ കണ്ണാപ്പിയോ സാർക്കിയോ ഹലോ എന്താ എവിടേക്കുന്നേ? അതാ ഞാനേ അണ്ണാ മറ്റേ റേഡിയോടെ സ്വിച്ച് മാറ്റിക്കൊണ്ടിരിക്കണ്ണ. ആ ഓക്കെ 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 ഓക്കെ. അല്ല അല്ലല്ല ഞാനോർത്ത് ഒരു തല്ല ഓൾറെഡി നമ്മൾ തല്ലാൻ പോകും. ഇവിടെ നിന്ന് വെറുതെ തല്ലു കഴിക്കാതെ ഗ്യാങ് കയറാൻ പറഞ്ഞതാണേ. കൺഫേം അല്ലേ? പിന്നെ പ്രീ വാറിലുണ്ടാവും, വാറിലുണ്ടാവില്ല. നമുക്ക് അറിയാലോ. അപ്പാ അപ്പാപ്പന്റെ പേര് എത്തിയാ? അപ്പുകുട്ടൻ എന്ത്? അപ്പുകുട്ടൻ എടാ ഈ വണ്ടി അകത്തോട്ട് വന്നിട്ടേടാ. മീനോട്ടി സമരത്തിലാണ് അവിടെ പുറത്ത്. ആരാ? മീനോട്ടി വന്നിട്ട് സൊല്ലുന്നടാ ഡേയ്. എന്താ അപ്പായൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടാ? വാർക്ക് ഞാൻ കേറാ പരിക്കാത്ത കേറാ വാർക്ക് വരെ പ്രശ്നം. അയ്യോ മീനൂട്ടി എന്തോ മീനൂട്ടി ഞാൻ ഭയങ്കര തിരക്കായി പോയോണ്ടല്ലേ വിളിക്കാൻ. അല്ലേ ഞാൻ വിളിക്കായിരിക്കുവോ? മീനൂട്ടിയുടെ നമ്പർ മാറി, പക്ഷെ എന്റെ നമ്പർ മാറിയില്ല. മീനൂട്ടി ഒരു മെസ്സേജോ കോളോ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ മീനൂട്ടി തിരിച്ചു വിളിക്കില്ലായിരുന്നോ? മീനൂട്ടിയുടെ നമ്പർ മാറിയില്ലേ? ഫോൺ എടുത്ത് നോക്കട്ടെ. ഒന്നും വന്നിട്ടില്ല, ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ലല്ലോ മീനൂട്ടിയുടെ മെസ്സേജ്. അയ്യോ അത് കോണ്ടാക്ട് ഇല്ലാത്ത നമ്പർ അങ്ങനെ വരത്തില്ല എന്റെ ഫോണില്. അതാ അയ്യോ മീനൂട്ടിയുടെ നമ്പർ ആഡ് ചെയ്യാം. ഞാനിപ്പോ ആഡ് ചെയ്യാവേ. മീനുകുട്ടി അതെ വാസുമാമൻ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇവന്മാര് കുറെ തല്ലും അടിയും വഴക്കും ഒക്കെ ഡെയിലി ഉണ്ടാക്കി വെച്ച് അതൊക്കെ സോൾവ് ചെയ്യാനും ഇതാക്കാനും പോയി ജീവിതം മടുത്ത്. ആണോ? എന്നാ നമുക്ക് വാർ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇവിടെ നിൽക്കുന്ന പെണ്ണെ വല്ല വണ്ടി അടിച്ചു പോകും. ഓ ഇത് ഓർഡർ ആണല്ലേ? ഞാനപ്പോ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്നോട് പറയണ മീനോട്ടി പറയണേ കണ്ട പെമ്പിളുടെ കൂടെ ഒക്കെ കറങ്ങാൻ സമയമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ സമയമില്ല. മീനൂട്ടി കണ്ടിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കൂടെ കറങ്ങുന്ന മീനൂട്ടി കണ്ടിട്ടുണ്ടോ? അയ്യോ അപവാദം. ഫോൺ എടുത്ത് ഞാൻ സേവ് ചെയ്ത് ഓൾറെഡി. മീനൂട്ടിയുടെ നമ്പർ ഞാൻ കാണാതെ പഠിച്ച് 4800771269. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിപ്പിച്ചാലും ഞാൻ ഇതിനി പറയും. 4800771269 4800771269. ഞാൻ കാണാൻ പഠിച്ചു കഴിഞ്ഞു. ഫോൺ മാറ്റിട്ട് പറയാം. 4800771269 4800771269. കറക്റ്റ് ആണ്. നീ ഒന്നുകൂടെ നോക്കി. കറക്റ്റ് തന്നെയാണ്. ഒരു പ്രശ്നവും മനസ്സിലായ? സംസാരിക്കാം. ഞാൻ വാർ കഴിഞ്ഞിട്ട് ഉടനെ വരാം. എല്ലാരും കൊന്നിരിക്കുന്നു. By coincidence, I got the number plate as VAS981. ആരൊക്കെ പഠിപ്പിക്കുന്നത് ഇത്രയും? ഒരു മിനിറ്റ് വീഡിയോ താഴെ.
ഹലോ റബേക്ക കാറെടുത്തോ? ആ ആരൊക്കെ എടുത്ത് പൈസ കൊടുത്ത് കിട്ടി? ആ അതൊക്കെ കിട്ടി, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി. എന്നോട് ഒരു വാക്ക് പറഞ്ഞതിന് ഞാനൊരു കാർ വാങ്ങിച്ചു തരില്ലായിരുന്നോ? നമ്മളെ ഒന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. തിരക്കിലായി പോയില്ലേ. റബേക്ക വന്നതിന്റെ അന്നോട്ട് പണ്ടത്തെ പോലെ അല്ല റബേക്ക. ഇപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാം മുന്നിൽ നിന്ന് ചെയ്യുന്നോണ്ടേ ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല. പക്ഷെ മുന്നിൽ നിന്ന് ചെയ്യുന്ന ആളുടെ പിന്നിൽ ദർശനിനെ ഞാൻ കാണുന്നുണ്ടല്ലോ മിക്ക സമയത്തും. ഞാൻ പറട്ടെ, ദർശനം എന്റെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ജോക്കി ഉണ്ടായിരുന്നു കാണും. എന്താന്ന് വെച്ചാൽ ജോക്കിക്ക് ശരി ശരി അതാ ജോക്കിക്ക് ദർശനേനെ ഇപ്പം PA ആക്കണം. ജോക്കിയുടെ വയസ്സം കാലത്ത് ചില്ലറ സൂക്കേടല്ല പുള്ളിക്ക്. എന്നിട്ട് കുഴപ്പമില്ലല്ലോ, നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ് പുള്ളിയൊക്കെ. പുള്ളി ഇനി എങ്ങനെ അല്ല നല്ല കാര്യമാണ്. ശരിയാ. പക്ഷേ അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. പറ. ജോക്കി ചേട്ടാ എന്നെ പിന്നെയും ബുക്ക് ചെയ്യുന്നു കേട്ടോ. വാസുവിനെ കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യമേ പറഞ്ഞുള്ളൂ. ആർക്കെയോ അങ്ങനെ ആരെങ്കിലും ഉള്ളോ? എനിക്കൊന്നും മനസ്സിലായില്ല. ആർക്കെയാ? എനിക്ക് ഏതോ ആറാറോ അങ്ങനെ എന്തോ ഒരാളുടെ പേര് ചോദിച്ചായിരുന്നു. കേക്കയാണോ? ആ കേക്ക്. ആ കേക്കയുടെ എന്താ ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അയ്യോ അപ്പം നീ അടുത്ത വട്ടം കാണുമ്പോ ജോക്കി എടുത്ത് പറയണം. ജോക്കി കേക്ക് ഈ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊരു അണ്ടർ കവർ മിഷനാണ്. അതുകൊണ്ടാണ് ജോക്കി ഞാൻ ചോദിച്ചപ്പോൾ അന്നൊന്നും പറയാതിരുന്നത്. ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണെന്ന് ഗ്യാങ് വന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒന്നും പറയണ്ട. വേറെ ഒരു പേരും വേറെ ഒന്നും പറയരുത്. കേക്ക് ഒരു അണ്ടർ കവർ ഇത് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയാ. ഓക്കെ. അല്ല വാസവണ്ണ, എനിക്ക് ഈ പേഴ്സണൽ അസിസ്റ്റന്റ് ജോബ് പോലെ കിട്ടുമോ? പണിയില്ല നടക്കുകയാണോ സിറ്റിയില്? ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ ഇപ്പൊ PA ഇത്രയും നാള് റബേക്ക എത്ര നാള് ഇങ്ങേര് സിറ്റി പോലും കേറാതെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോ എവിടെയായിരുന്നു നിങ്ങളൊക്കെ? എവിടെയായിരുന്നു? എന്റെ ചോദ്യം അതാ. ഇപ്പൊ പുള്ളി രാപ്പകലില്ലാതെ ഇതിനകത്ത് ഊണും ഉറക്കും. പുള്ളി ഇന്നില്ല, ഇന്നിവിടെ അടിയാന്നറിയാം. ഇപ്പൊ വരും വൈകുന്നേരം പുള്ളിക്കൊരു 10 മണി 10:30 10:45 ആവുമ്പോ പുള്ളിക്ക് മറ്റേ 90s ഹിറ്റ് അടിക്കും, 80s ഹിറ്റ് അടിക്കും. പുള്ളിക്ക് അന്നേരം ഏകാന്തതയുടെ ആ പാട്ടൊക്കെ വെച്ച് പുള്ളിയുടെ പ്രായത്തിലുള്ള ഒരു 3-4 പേരെയും വിളിച്ച് പോയിരുന്ന് സംസാരിക്കുകയാണ് ഇപ്പൊ പുള്ളിയുടെ പരിപാടി. അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ദർശനെ PA ആക്കുമ്പോ അണ്ണനൊരു പൊസസീവ്നെസ് ഒന്നും ഇല്ല. എനിക്ക് എന്തൊരു പൊസസീവ്നെസ് വരണം? സിറ്റിയിൽ എവിടെ കിടക്കുന്ന ഒരു കുട്ടി ജോക്കിയുടെ PA ആവുന്നതിന്? അല്ല, പുള്ളിക്കാരി അങ്ങനെയല്ല പറഞ്ഞ, ബെസ്റ്റ് ഫ്രണ്ടോ ഫ്രണ്ട് എന്നൊക്കെയാ പറഞ്ഞ. അപ്പൊ പുള്ളിക്കാരി അങ്ങനെ PA ആക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ ആക്കിക്കേ, എനിക്ക് കാര്യമില്ലല്ലോ. ഞാനിങ്ങനെ അനാഥയായിട്ട് നടക്കാന്നല്ല സിറ്റി. അല്ല, എനിക്കിപ്പോ PA വെക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അല്ല ചേട്ട വെക്കണ്ട, ജോക്കിയുടെ PA വെക്കണ്ട. ജോക്കിയുടെ PA അതിനിട്ട് ജോക്കിയുടെ ടെസ്റ്റുകളൊക്കെ ഭയങ്കര ഹാർഡാണ്, അത് പാസ്സാവേണ്ട വരും. ഞാനിപ്പോ മീൻ കച്ചവടം ചെയ്താ എന്റെ പൊന്നു വാസമാണ് ജീവിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു എസ്കേപ്പ് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റൂ? ഞാൻ എന്തെങ്കിലും ഒരു ജോലി സെറ്റ് ചെയ്ത് തരാം. പണ്ടത്തെ റബേക്ക ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തത് കാണാൻ എനിക്ക് പറ്റൂല റബേക്ക. പിന്നെ അവള് പറഞ്ഞിട്ടുണ്ട് ദർശനം ഉണ്ടെന്ന്, രാഗി കേട്ടോ വാസവണ്ണനെ. ഞാൻ രാഗിയാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ ആ ഏരിയയിലേക്ക് വരല്ലേ, അത് ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടിയും കൂടിയിട്ടാണ് മെസ്സേജ് അയച്ചത്. ഇല്ല ഞാൻ ഒരു കുടുംബമായിട്ട് അടിയുണ്ട്, അടിക്ക് പോയിട്ട് വരാവേ. റേഡിയോയില് 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 3 പേര് റീസ്റ്റാർട്ട് ചെയ്യാൻ പോയി. ഞാനപ്പോ ഇറങ്ങണേ ഗൈസ്, ബൈ. നിങ്ങൾ വേറെ എവിടെയും പോയി കാണാം. ഹലോ, എനിക്ക് ഹലോ മീനുട്ടി, ഞാൻ വാറിന് പോയിട്ട് ഉടനെ മീനുട്ടി വന്ന് വിളിക്കാവേ. കേട്ടില്ല? മുതുകില് ഞാൻ വിളിച്ചോളാം. എന്റെ നമ്പറാണ്, എന്റെ നമ്പറാണ്. മീനുട്ടി പോയിട്ട് വാ. ഓക്കെ സെറ്റ് മീനുട്ടി. നോക്കിപ്പോണേ. ഓക്കെ ടാറ്റ. അവര് മാറാൻ നമ്മളെ
എടാ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നത്? ഒന്നെങ്കിൽ ആരുമില്ല, ഇന്നാണെങ്കിൽ 40 പേര്. ഞാൻ ഇറങ്ങട്ടോ? എന്നാ നീ ഇറങ്ങിക്കോ പോയി. എന്തൊക്കെ ആൾക്കാരല്ലേ ഗൈസ്, ഇതിന് ഞാൻ എങ്ങനെ ലൈനപ്പ് ഇടും ഗൈസ്? അതാ എന്റെ ചോദ്യം. എന്റെ ലൈനപ്പ് ഞാൻ എങ്ങനെ ഇടും? ഇതിന് ഞാൻ എങ്ങനെ ലൈനപ്പ് ഇടും? ആ നമ്മൾ എത്ര പേരുണ്ട് മൊത്തം? എടാ എല്ലാരും വന്നോ? ഇപ്പം എല്ലാരും വന്നോ? ഏബല് സ്നൈപ്പ് കിണ്ടി വരാനുണ്ടോ ഇനി? അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്? ഇത് എ ടീം ബി ടീം ഒന്നും അല്ല ഇടേണ്ട വരും കേട്ടോ. ഇനി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. എടാ ഇനി ആരൊക്കെ വരാനുള്ളതെന്ന് പറഞ്ഞ? സ്നൈപ്പ് അപ്പൊ സ്നൈപ്പും കിണ്ടിയും. അപ്പൊ 29 പേരുണ്ട് ടോട്ടല്. 4 പേര് എക്സ്ട്രാ. അല്ലല്ല എനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ വാറിന് സ്ഥിരം ഇടുന്ന ആൾക്കാരെ ഞാൻ പ്രീ വാറിൽ നിന്ന് മാറ്റാം. വാറ് കളിച്ചോളൂ. അപ്പൊ നിങ്ങൾ വാറ് കളിച്ചാൽ മതി. പ്രീ വാറിന് ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത കുറെ പേരുണ്ടാ. വാറിന് മെയിൻ ലൈനപ്പിൽ ഞാൻ റെഗുലർ ആയിട്ട് ഇടുന്ന ആരെങ്കിലും 2-3 പേരെ മാറ്റിയിട്ട് ഞാൻ ഒരാളോട് പറയാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇപ്പൊ ആള് കറക്റ്റ്. എല്ലാവരും വണ്ടി എടുത്ത് റെഡിയായി. എല്ലാവരും ഒന്ന് വണ്ടി എടുത്ത് റെഡിയായി. ഒന്ന് വണ്ടി എടുത്തേ ഗൈസ്. ഓൾറെഡി നമ്മുടെ മെയിൻ ലൈനപ്പിൽ സ്ഥാനം എപ്പോഴും ഉള്ള കുറച്ച് പേരുണ്ട്. അവരെ നമുക്ക് പ്രീവാറിലെ ആള് കൂടുതലുള്ള ദിവസം മാറ്റാം. അതാണ് നല്ലത്. ഹലോ ഹലോ വാസന സാനിയ എവിടെയാണ്? കൊറേ ആയല്ലോ കണ്ടിട്ട്. നമ്പർ മാറിയായിരുന്നല്ലേ സാനിയുടെ? മാറിയായിരുന്നു. എന്റെ നമ്പർ മാറിയില്ലായിരുന്നു, അത് തന്നെയായിരുന്നു. സാനിയ ഞാനൊരു അർജന്റ് സിറ്റുവേഷനില്ല. ഞാൻ ഇതൊന്ന് സോർട്ട് ചെയ്തിട്ട് വിളിക്കാവേ. ഓൾ ദി ബെസ്റ്റ്. ജയിക്കണേ. ഇതിനകത്തുനിന്ന് ഇപ്പൊ ഞാൻ ആരെ മാറ്റും? പറടാ, എന്നെയാണ് വിളിച്ചേ? എടാ എല്ലാരും ജോയിൻ ആയടാ. വണ്ടി കയറടാ. വണ്ടി എടുത്ത് എന്നിട്ട് ഞാൻ പറയാം. അതിനൊപ്പം ഞാൻ പറയാം. വണ്ടി എടുത്ത് എല്ലാരും കേറിക്കോ. എന്നിട്ട് ഞാൻ പറയാം. ഇല്ല, കണ്ണാപ്പിയൊക്കെ പ്രീവാറ കളിപ്പിക്കുന്നുള്ളൂ. കണ്ണാപ്പിയൊന്നും തൽക്കാലം വാറിനിടുന്നില്ല കൈസ്. അപ്പൊ കണ്ണാപ്പിയൊക്കെ പ്രീവാറ കളിപ്പിക്കട്ടെ, അല്ല അമ്മമാർക്ക് ഭയങ്കര പേടാവും. ഇപ്പൊ പുതിയ ഞാനില്ല നിങ്ങളോട് കളിക്കാൻ. എന്നാ വാ ഒരു വണ്ടി എടുക്കാം. ഈ തീട്ടങ്ങളുടെ കൂടെ കളിക്കണമല്ലോ ഈ അച്ചികളുടെ കൂടെ കളിക്കേണ്ട ഗതി. അത്രയും വണ്ടി ഉണ്ട്. മോസ്റ്റ് ഡേഞ്ചറസ് മനസ്സിലായോ? വണ്ടി നമ്മുടെ അതെ കണ്ട വെടിയെല്ലാം മേടിച്ച് നമ്മുടെ വണ്ടി പൊട്ടിത്തെറിച്ച് ബാക്കിയുള്ളവരെ ചത്തുപോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടായിരിക്കും ഡേഞ്ചറസ് എന്ന് പറഞ്ഞല്ലേ. പഴയ കണ്ണനാണോ?
വീട്ടിയൊക്കെ ഉണ്ടല്ലോ. ആ കേറ്. അണ്ണന്റെ എടാ ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്, ആരെങ്കിലും വണ്ടി എടുത്തിട്ടുണ്ട്? വേറെ എത്ര പേര് വണ്ടി എടുത്തിട്ടുണ്ട്? ഇപ്പൊ റീജിയൽ കറണ്ട് 7 പേരേ ഉള്ളൂ. ഒരു വണ്ടി അണ്ണാ. എടുക്കാം. ആ ഞാനൊരു വണ്ടി എടുത്ത്, എന്റെ ഒരു വണ്ടി ഉണ്ട്. അണ്ണാ ഇനി തൊട്ടാണ് എനിക്ക് കാര്യം പറയണം. ആണോ ആ പറയടാ പറ നമ്മൾ മാത്രമാണ് എല്ലാത്തിനും ഇത് ഈ ബെസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോകണം. അവന്മാരോട് നമുക്കും ഗ്യാങ് ഡ്രസ് ഇട്ട് കളിക്കാൻ ആഗ്രഹമില്ലേ? അതിനും നമ്മുടെ കംഫർട്ടിന് അഹങ്കാരം അല്ലത്, നമ്മുടെ കംഫർട്ടിന് നമുക്ക് ജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, അല്ലാതെ കണ്ടവനെ നോക്കിയിട്ട് കാര്യമില്ല. ആണല്ലേ? അല്ല അവന്മാരെ കൊണ്ട് മഞ്ഞ് വെച്ചിരിപ്പിക്കാം. നമുക്കിത് മറ്റേ ഗ്യാങ് ഡ്രസ് നീ എന്നാ പോയി അത് പറഞ്ഞ അവരെ മനസ്സിലാക്കിപ്പിച്ചിട്ടോ. മാറടാ അടിക്കട്ടെ മാറി. അവരിപ്പോ മഞ്ഞ ഡ്രസ് ഇട്ടെങ്കിൽ നമ്മൾ മഞ്ഞ ഡ്രസ് വാങ്ങിച്ചു. ഉറപ്പാണോ? ചില്ലറ കഴപ്പാണോ നോക്കി ഇവനൊക്കെ. എടാ എല്ലാരും വന്നോടാ, സ്നൈപ്പ് എല്ലാരും വന്നോ? ആഷിനെ ഞാൻ വാറിലിട്ടോളാം, ആഷിനോട് ഞാൻ പറഞ്ഞോളാം. ആഷിനെ വാറ്. ആഷ് നിനക്കിപ്പൊ എത്ര പേരുണ്ടെന്ന് എണ്ണുവാണ്? ഞാൻ ഒന്ന് ഒരു മിനിറ്റ്. നമ്മുടെ വണ്ടിയല്ലേ ഒരു മിനിറ്റ് എണ്ണിക്കോട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 29 പേര്. മണാലി വരെ പോയിട്ട് അവൻ്റെ അടുത്ത് ബൈക്ക് വെച്ച് പറയുമ്പോ എന്തൊക്കെയാണ് ഞാനിത് എടാ ഞാൻ പറയുന്നവര് വാറ് കളിച്ചാൽ മതി. ഞാൻ പറയുന്നവര് ഇറങ്ങിക്കോ കേട്ടോ. എന്താ ആഷ് വാറ് കളിച്ചോളും. സെക്കൻ ഇറങ്ങിക്കോ, സെക്കൻ വാറ് കളിച്ചോ. പിന്നെ ഡീമ വാറ് കളിച്ചോ. എടാ പറയുന്നവരൊന്ന് ഇറങ്ങണേ എന്നാലേ എനിക്ക് കറക്റ്റ് ഇതാക്കും. റേഡിയോ ഒന്ന് ഇറങ്ങണേ. പിന്നെ ആടെ കേക്കാം. സ്നൈപ്പ് ചൂട്. ജൂടെ വാറ് കളിച്ചോ ജൂടെ വാറ് കളിച്ചോ. 1 2 3 4 5 6 7 8 9 10. ഇതിവിടെ ബാക്ക് നോക്കിയാൽ മതിയല്ലോ. 20. എടാ ഒരാളും കൂടെ ആരെങ്കിലും ഒരാൾ മാറണം. വാറ് കളിക്കാൻ ആരാ? മന്ദാരോ? നീ വാറ് കയറുമല്ലോ. എന്നാ നീ വാറ് കയറിക്കോ. ഇവരെ SRK ഒക്കെ നമ്മൾ എന്നും മാറ്റണം ആടാ. ഒരു പ്രീവാർ കളിക്കട്ടെ. അയ്യോ വലിയ ബുദ്ധിമുട്ട് മുട്ടല്ലേ നിനക്കൊക്കെ. വേണമെങ്കിൽ നീ പ്രീവാർ കളിച്ചിട്ട് പോടാ. മെയിൻ ലൈനപ്പിൽ കയറി മെയിൻ വാർ കളിക്കാൻ നീ കുറച്ച് ദിവസം 10 ദിവസം ഇവിടെ വന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് കളിക്കാം നമുക്ക് മെയിൻ ലൈനപ്പിൽ. അയ്യോ എന്തൊരു സാക്രിഫൈസ് രണ്ടുപേരുടെയും. കളിക്കാനല്ലേ പോയി. ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. എനിക്ക് എത്ര നാളായി വാറ് കളിച്ചിട്ട്. ഈ വാറിന് എന്നാ നമ്മുടെ വണ്ടിയിലല്ല ഫ്രണ്ടിലോട്ട് എക്സ്പെരിമെന്റ് വന്നേ. ഈ വാറിന് 2 വിക്കറ്റ് എടുത്തതിന്റെ വാറും ചേട്ടനാണ്. ഞാനൊരു കാര്യം പറയട്ടെ കണ്ണാപ്പി പോയി. നിങ്ങൾക്ക് 2 പേർക്കും ഗൺ പവർ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെ റെഗുലർ ആയിട്ട് വന്ന് TDM ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ലൈനപ്പിൽ ഇടാം. അതെ അല്ല എനിക്കത് തോന്നട്ടെ. എനിക്ക് അന്നേരം തോന്നുമ്പോൾ ഞാൻ ഇടും. അല്ലാതെ നിങ്ങളെ ഞാൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യത്തില്ല. ഞാൻ അതാവുമ്പോ ഇടും. കാരണം ഇവിടെ PvPക്ക് വേണ്ടി മാസങ്ങളോളം ഇരിക്കുന്നത് പ്രാക്ടീസ് ചെയ്തവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ മാറ്റിയിട്ട് നിങ്ങൾ ഇടുന്നത് നിങ്ങൾ പെട്ടെന്ന് വരും. നിങ്ങൾ ഓൾറെഡി RP എല്ലാം ചെയ്ത് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരാ. അവന്മാർക്ക് അങ്ങനെ RP അതൊന്നും ഇല്ല.
PvP മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്, മനസ്സിലായോ? അതുമല്ലടാ പിള്ളേർക്ക് ഒരു അവസരം കൊടുക്കണോ, നമുക്ക് എന്തോരം പ്രായമായിടാ. അതെ എത്ര വയസ്സായല്ലേ. കറക്റ്റ് 25 പേരെ 25 പേരെ ഉള്ളൂ correct. ബൈക്ക് മേടിച്ചപ്പോ വലിയ കുണ്ടായ എന്താ കേട്ടില്ല എടാ ഞാൻ ഗതികേട് കൊണ്ടാണ് ഈ അച്ചിപ്പട്ടികളുടെ അകത്തൊക്കെ ഒന്ന് കയറിയത്. വില്ലുമോനെ നിന്റെ കൂടെ എന്താ കാരണം അവന്റെ കഥയുണ്ടോ? അവന്റെ കേസ് അറിഞ്ഞോ? ആരുടെ? വില്ലുമോന്റെ. ഇല്ല അണ്ണാ അവൻ ബൈക്ക് എടുത്തപ്പോ ഞാൻ ചോദിച്ചണ്ണാ, എടാ ബൈക്ക് എന്തിനാ മണാലി വരെ ട്രിപ്പ് പോകാനാന്ന്. പമ്പിന്ന് പോകുന്നില്ല പോലോട്ട് വന്നു. പറയടാ. അവനെ തന്നില്ലണ്ണാ. അവൻ പറയാ അത് പുതിയ വണ്ടിയല്ലേ, അല്ല നീ അച്ഛനെ പറ്റിച്ച് ഒരു വൃച്ചസ് മേടിച്ചിട്ടില്ലേ, അതെടുത്ത് മണാലി പോ. അതിന്റെ അടി കിട്ടില്ലേട്ടാ. ഓ നീ കുറച്ചുകൂടി നീ എല്ലാം മേടിച്ചിട്ടില്ലേ, അതെടുത്ത് പോ. അത് അടി കിട്ടു വരണ. എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ ഡ്യൂക്ക് 250 ഉണ്ട്, അത് തന്നാ മതിയോ? ഒരാഴ്ചക്ക് തരുവണ്ണാ. എടുത്തോണ്ട് നോക്കോ, വീട്ടിലിരിപ്പുണ്ട്, എടുത്തോണ്ട് നോക്കോ. ഉറപ്പാണ് എടുത്തോണ്ട് പറ. എണ്ണാപ്പി ഒരാഴ്ച നിന്റെ വീട്ടിൽ ഒരാഴ്ച എടാ ഒന്നും മിണ്ടായിരുന്നേ. എന്താടാ അല്ല എന്തോ കോച്ച് കേക്കുന്നില്ല, സൗണ്ട് വിട്ടു പോണ്. ഇപ്പൊ 160 143 ഒക്കെ ഉള്ളു കോച്ച് എനിക്ക്. എനിക്കുണ്ടല്ലോ 120. എടാ എന്റെ ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ലടാ, ഒപ്റ്റിമൈസ് ചെയ്യണോടാ, വേറെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ കോച്ച് ഇത് എന്താ ഇഷ്യൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അല്ലല്ല ഹൈ ഒന്നും അല്ല, ഫുൾ ഓയിട്ടാ. എല്ലാരും കുറച്ച് ഹീലിംഗ്സ് ഓടിക്കാതെ ചെയ്തു. ഇത് ഏത് ഗ്രാഫിക്സിലാ എന്റെ കിടക്കണേ? വലിയ വ്യത്യാസം. നോർമലാ കിടക്കണ എന്റെ അല്ല, ഹൈ അല്ല കൈസ്, ഹൈ അല്ല, ഇത് നോർമലാ. ഓവയ്ക്ക് എത്ര ഉണ്ടെടാ? എനിക്ക് 250. ഇത് എന്ത് ചെയ്തിട്ട് ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ എന്ത് ചെയ്യണ്ടേന്ന്. ഇതിന്റെ FPS കൂടാൻ ഇതിൽ കൂടുതൽ എന്തോ ചെയ്യണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെല്ലാം ഹാർഡ്വെയർ എല്ലാം ചെയ്തിട്ടും ഇതാണ് അവസ്ഥ. ഇതാണ് ആർക്കറിയാം. 1 2 3 4 5 കുറച്ചും കൂടെ ഹീലിംഗ്സ് ഇനി ഞാൻ വാക്കാടത്തയക്കാൻ നിനക്ക് വയ്യ ഓണാവാൻ. രണ്ടെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ AC ഒക്കെ എന്ത് പഴയ ട്രിക്കുകളൊക്കെ ഒരു വർഷത്തെ മൂടി കൂടിയിട്ട് ബാറ്ററിക്ക് 2 മറ്റേ തിരുമ്പ് വരും, എന്നാലേ അത് വരുള്ളൂ. ഇതൊക്കെ എന്ത് കിടിലല്ലേ. പണ്ട് തൊട്ടേ അത് വർക്കാവും ഗൈസ്, പണ്ട് തൊട്ടേ. അതെന്താന്ന് അറിഞ്ഞൂടാ. CPU 2 കൊട്ട് കൊട്ടുമ്പോ PC ശരിയാവും. എല്ലാരും പോയോ വണ്ടി എടുത്ത്? ജർമ്മ ഇപ്പൊ മറ്റേ ഡിസ്പ്ലേ ക്യാപ്ചർ ആണ്, ഗെയിം ക്യാപ്ചർ ആണ്. ആടാ ഡിസ്പ്ലേ ക്യാപ്ചർ. എടാ ഒന്ന് പാലത്തിനോട് ഒന്ന് വെയിറ്റ് ചെയ്യണം. എടാ ഒരു 2 മിനിറ്റ്. ഇപ്പൊ നമ്മള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് 2 വെള്ളത്തിലും പോയി. വെള്ളത്തിൽ പോയി. അത് കൊള്ളാത്. ഞാൻ ലൈവ് അല്ലേടാ. മികച്ച തീരുമാനമായിരിക്കും. എല്ലാരും POV റെക്കോർഡ് ചെയ്യണേ. POV പിന്നെ ലാസ്റ്റ് PvP പറയൊന്നും മേടിച്ചിരിക്കല്ലേ. POV റെക്കോർഡ് ചെയ്യണേ. രായ ഇറ്റാച്ചി 2 പേരും POV റെക്കോർഡ് ചെയ്യണേ. ഇവിടെ ഭയങ്കര സീനാ. ഡിസ്പ്ലേ ക്യാപ്ചർ ഇടണം എല്ലാരും കേട്ടാ. അത് പറഞ്ഞപ്പോഴത്തേനും ബോക്സ് ഒന്നും മിണ്ടാതിരിക്കുന്നേ.
ഇത് നമ്മുടെ വണ്ടി അല്ലേ? ബ്രോ കണ്ടില്ല അറിയാതെ കാണേ നിങ്ങൾ കയറിപ്പോ അടുത്ത വാറൊക്കെ. അല്ലടാ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യടാ. എന്താ കേട്ടില്ല? കണ്ണാപ്പി എന്റെ ഗൈസ്, ഞാൻ റിമോട്ട് നിർത്തണോ ഗൈസ്? ഇവിടെ ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല, ലൈറ്റിന്റെ ഭയങ്കര ചൂട്. ഞാൻ ഇതിന്റെ ബാറ്ററി എടുത്തണോ, അത് വീണ്ടും ഇത് ഓഫായി പോണു. കണ്ണാപ്പി ഒന്ന് ലൈവ് ഒന്ന് നോക്കിയാൽ എന്റെ ഒരു മിനിറ്റ് തരണേ, ഞാൻ ഒന്ന് താഴെ എടുത്തിട്ട് വരും. പെട്ടെന്ന് പോകുന്നത് എന്താ പറ്റി? AC ഇതൊക്കെ സ്വാം ചെയ്തിട്ട് ഇത് ഇളകി പറഞ്ഞു വന്ന കാണും. ഒരു AC-ക്കൊക്കെ എന്താ വിലയല്ലേ? ഇപ്പൊ ഇവിടുത്തെ അണ്ണനും എല്ലാം ഞാനാടാ. ഇവിടുത്തെ അണ്ണനൊക്കെ ഞാനാ. അണ്ണനൊക്കെ പോയി. ഏതണ്ണൻ? അണ്ണനൊക്കെ വിളിക്കല്ലേ മാറിയായിട്ട് വിട്ടേ. ഇവിടുത്തെ അണ്ണനൊക്കെ അണ്ണന്റെ മണിയാ. അണ്ണന്റെ AC പോയതല്ലേ? ചേച്ചി പോയാണോ? അണ്ണൻ എന്താ പറ്റി? AC എന്ത് ഇളകി വീണെന്നാണ് കിട്ടിയ വിവരം. കാറ്റി കളഞ്ഞ കേട്ടില്ലേ? AC ഒക്കെ മേടിക്കണോ? ഒടുക്കത്തെ വിലയാവല്ലേ? ഞാനിപ്പോ ടേബിൾ ഫാനിലാണ് ഇരിക്കുന്നേ. ഞാൻ കോഴിയെ കെട്ടി നോക്കിയാ കറക്കട്ടെ. കോഴിയെ കെട്ടി ഇവിടെ